അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരിപ്പോൾ ഒരു ന്യൂസ് കണ്ടപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം അതിന് തൊട്ട് മുമ്പ് ഞാൻ അൻസാരി സുഹരിയുടെ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ അത് കണ്ടതിന് ശേഷമാണ് ഈ ന്യൂസ് കണ്ടത്. അപ്പം എനിക്ക് തോന്നി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന്. അത് ഈ ന്യൂസ് നമുക്കൊന്ന് കേൾക്കാം. സംസ്കാര ചടങ്ങിന് പണമില്ലെന്നറിയിച്ച് ബന്ധുക്കൾ ഏറ്റെടുക്കാത്ത മൃതദേഹം. കാസർഗോഡ് മഞ്ചേശ്വരത്ത് സംസ്കാര ചടങ്ങിന് പണമില്ലെന്നറിയിച്ച് ബന്ധുക്കൾ ഏറ്റെടുക്കാത്ത മൃതദേഹം മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആചാരപ്രകാരം സംസ്കരിച്ചു. മീഞ്ച ചിഗ്രുപദവ് സ്വദേശിയായ നാരായണന്റെ മൃതദേഹമാണ് ലീഗ് പ്രവർത്തകർ സംസ്കരിച്ചത്. ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന നാരായണൻ ചൊവ്വാഴ്ചയാണ് മരിച്ചത്. കടവരാന്തയിൽ അവശനിലയിൽ കഴിഞ്ഞിരുന്ന നാരായണനെ ഒരു മാസം മുൻപാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. നാരായണൻ പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെയുണ്ട്, ആരും നോക്കാൻ ആൾക്കാരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് സയ്യിദ് ട്രസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഏറ്റെടുക്കാനാണ് നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർ അത്ര ഒരു കണ്ടീഷനിലല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ കളക്ടറിനെ വിളിച്ച് സംസാരിച്ച് അവിടെ നിന്നാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന നാരായണൻ ചൊവ്വാഴ്ച മരണത്തിന് കീഴടങ്ങി. മരണവിവരം മഞ്ചേശ്വരം പോലീസ് ബന്ധുക്കളെ അറിയിച്ചു. എന്നാൽ മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കരിക്കാൻ പണമില്ലെന്നറിയിച്ച് ബന്ധുക്കൾ ഒഴിഞ്ഞുമാറി. തുടർന്ന് മൃതദേഹം ഏറ്റെടുത്ത് സംസ്കരിക്കാൻ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഇർഫാന ഇക്ബാലിന് കുടുംബം സമ്മതപത്രം നൽകുകയായിരുന്നു. പോലും ഏറ്റുവാങ്ങാൻ തയ്യാറില്ലാത്ത സ്ഥിതിക്ക് ജില്ലാ പഞ്ചായത്ത് ചേർന്നിട്ട് മംഗളപ്പടി ഹിന്ദു രുദ്രഭൂമിയിൽ അദ്ദേഹത്തെ മരണാന്തര ചടങ്ങുകൾ ചെയ്തു. കോഴിക്കോട് നിന്ന് ആംബുലൻസിൽ ഉപ്പളയിലെത്തിച്ച മൃതദേഹം ചെറുകോളി പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. മീഡിയ 1 കാസർഗോഡ്. നിൽക്കണേ, കണ്ടോ, നാരായണൻ എന്ന് പറയുന്നൊരു സഹോദരനെ ബോഡി ബന്ധുക്കൾ ഏറ്റെടുത്ത് സംസ്കരിക്കാൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരാൾ മരണപ്പെട്ടിട്ട് അയാളുടെ ശരീരം, അയാളുടെ ഡെഡ് ബോഡി ഏറ്റെടുത്ത് സംസ്കരിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് അവിടുത്തെ ആ നാട്ടിലെ ലീഗിൻ്റെ പ്രവർത്തകർ അതിലിടപെട്ട് അതിനൊരു പരിഹാരം കണ്ടു. അവരുടെ ആ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ മതാചാരപ്രകാരം എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി. അപ്പം ഈ വീഡിയോ നിങ്ങളോട് പറയാൻ കാരണം മുമ്പ് അൻസാരി സുഹരിയുടെ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് ഞാനൊന്ന് കാണിക്കാം. അതായത് നുണന്നിരുന്നേ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയാൻ ഒരു മനുഷ്യന് സീരിയസ് ആയിട്ട് കാര്യം പറയുന്നത് തുടങ്ങിയാലാ റെഡി 148 പേർ കേരളത്തിൽ തലച്ചോറിന് ക്ഷതമേറ്റോ ഏതെങ്കിലും തരത്തിൽ ബ്രെയിൻ ഡെത്ത് ഉണ്ടായിട്ട് 148 പേരിൽ ഒരൊറ്റയാൾ മാത്രമാണ് ഒരു മുസ്ലിം. ഞാനിതിനകത്ത് മതം പറയും, കണക്ക് പറയുകയാണ്. ഡോക്ടർ ഗണപതി ലോകത്തോട് പറഞ്ഞതാണ്. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? കാരണം കേരളത്തിലെ ജനസംഖ്യയിൽ 25% 30% ഇടയ്ക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുണ്ട്. അവർക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നില്ലേ? എന്റെ പൊന്നു മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് കുറച്ചുപേർക്ക് മരിച്ചൂടെ? അൻസാരി സുഹരി അതിന് മറുപടി പറയുന്നുണ്ട്. 148 പേർക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ട് ഒരാളെ ഉള്ളതിൽ മുസ്ലിമീങ്ങൾ. അതാണ് അദ്ദേഹത്തിൻ്റെ സങ്കടം. അതാണ് എൻ്റെ പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല. അങ്ങയോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ആ വാർത്ത, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചോ. നാരായണൻ എന്ന് പറയുന്ന ഒരു ഇതര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരനെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ, നിങ്ങൾ രാഷ്ട്രീയം അങ്ങ് മാറ്റിവെക്ക്, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ അവരത് ഏറ്റെടുത്ത് സംസ്കരിച്ച് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. ബന്ധുക്കൾ പോലും ബോഡി ഏറ്റെടുക്കാനില്ലാത്ത സാഹചര്യത്തിൽ ആ നാട്ടിലെ ആളുകൾ, അവർ മുസ്ലിമീങ്ങളാണ്, അവരതിനകത്ത് മതവിശ്വാസം നോക്കിയിട്ടില്ല. ഇതുപോലുള്ള ആളുകളെയാണ് ഞങ്ങളുടെ കേരളത്തിൻ്റെ ഓൾമോസ്റ്റ് ആൾക്കാരും ആഗ്രഹിക്കുന്നത്. ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന, ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, സഹായിക്കുന്ന, പ്രയാസവും വിഷമവും സങ്കടങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്ത് നാടിന് നന്മ ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണ് സമൂഹത്തിനാവശ്യം. നിങ്ങളെപ്പോലുള്ളവരിങ്ങനെ ചാനൽ ചർച്ചയിലിരുന്നു കൊണ്ട് 148 പേർക്ക് മസ്തിഷ്ക ക്ഷതം സംഭവിച്ചു മരിച്ചതിൽ ഒരാൾ പോലും മുസ്ലിം ഇല്ല എന്നുള്ള നിങ്ങളെ ഇതുപോലുള്ള ദുഷിച്ച കണ്ടുപിടുത്തങ്ങൾ ആദ്യം നിർത്തുക. ജനങ്ങളുടെ ഇടയിൽ വിദ്വേഷവും വെറുപ്പും വെച്ച് മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ വേർതിരിപ്പിക്കുന്ന നിങ്ങളെപ്പോലുള്ള ചാനൽ ചർച്ചകൾ ദയവ് ചെയ്ത് നിങ്ങൾ അവസാനിപ്പിക്കുക. സാറേ, അങ്ങയോട് പറയാനുള്ളത്,
നിങ്ങൾ ഈ വാർത്ത കണ്ടില്ലേ? ആ വാർത്തയിൽ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ മതത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടിട്ട് അദ്ദേഹത്തെ ഏറ്റെടുത്ത് സംസ്കരിക്കാൻ ആളില്ല. നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യും. അതെന്തുകൊണ്ട് ആളില്ല? അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയോ നിങ്ങൾക്ക് അതിന് പറ്റുന്ന ഒരു ഇതുണ്ടാക്കി അങ്ങനെ ഏറ്റെടുത്ത് സഹായിക്കാനുള്ള ഒക്കെ ആക്കിയിട്ട് അത് നിങ്ങൾ ജനങ്ങളോട് പറ. നിങ്ങളിങ്ങനെ വെറുതെ വന്ന് വെറുപ്പും വിദ്വേഷവും ജനങ്ങളിലേക്ക് എത്തിച്ച് ആളുകൾ തമ്മിലടുപ്പിക്കുന്ന ഇതുപോലുള്ള ചർച്ചകളൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക ദയവ് ചെയ്ത്. സമൂഹത്തിന് ആവശ്യം മതത്തിൻ്റെ പേരിൽ വേർതിരിവല്ല, നന്മയാണ്. നിങ്ങളുടെ അഭിപ്രായവും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അടയാളപ്പെടുത്തുക.